ആയിരക്കണക്കിന് ആളുകളെ നിർബന്ധപൂർവം ഫോഴ്സ്ഫുള്ളി മതം മാറ്റി എന്ന് പറഞ്ഞാണ് രണ്ട് നല്ല മനുഷ്യരെ ഉത്തർപ്രദേശ് ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത്. മുഹമ്മദ് ഉമർ ഗൗതവും മുഫ്തി കാസി ജഹാംഗീറിനെയുമാണ് ഡൽഹിയിലെ ജാമിയ നഗറിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. ഇത് നടന്നത് ജൂൺ 20-നാണ്. ഓഗസ്റ്റിൽ UP സർക്കാർ കോടതിയിൽ ഒരു ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തു. അതിൽ പറയുന്നത് 1000 പേരെ നിർബന്ധപൂർവം ഇവർ മതം മാറ്റി എന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ എണ്ണി തേടി ചെന്നപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റിലുള്ളവർ പലരും മതം മാറിയിട്ടില്ല. മതം മാറിയവരാകട്ടെ സാമൂഹ്യ മാധ്യമത്തിലൂടെ വന്ന് അത് തങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് മാറിയതെന്ന് പറയുമ്പോൾ ഈ പേരുകാരെയും ഈ വിശ്വാസത്തെയും വേട്ടയാടാൻ സർക്കാർ എത്ര ആസൂത്രിതമായാണ് ശ്രമിക്കുന്നതെന്നും വംശഹത്യയ്ക്ക് ആഹ്വാനം ചെയ്തവർ വളരെ സ്വതന്ത്രമായി ഇവിടെയൊക്കെ കറങ്ങി നടക്കുന്നതും കാണുമ്പോൾ അതിൻ്റെ വ്യത്യാസം ബോധ്യമാകും. ഇവർക്ക് ഭയമൊന്നും തോന്നില്ല. കാരണം ഇവരൊക്കെ മരണാനന്തരമുള്ള ജീവിതത്തിൻ്റെ നന്മ പ്രതീക്ഷിച്ച് ചെയ്യുന്ന പ്രാർത്ഥനാപൂർവമായ സഹായങ്ങളാണ് പലതും. നിഷ്പക്ഷം നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ജൂൺ 20-നാണ് ATS മുഹമ്മദ് ഉമർ ഗൗതത്തിനെയും മുഫ്തി കാസി ജഹാംഗീറിനെയും ഡൽഹിയിലെ ജാമിയ നഗറിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നത്. ഈ ഉമർ ഗൗതം ചെറിയ ആളല്ല. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന VP സിംഗിൻ്റെ കുടുംബാംഗത്തിൽ പെടുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹവും ഇസ്ലാം മതം സ്വീകരിച്ച ആളാണ്. അതിനുശേഷം ബധിരരും മൂകരുമായ വിദ്യാർത്ഥികൾക്കുള്ള ഒരു പഠന കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇരുവരും. സാധാരണ ഈ ഇസ്ലാം മതം സ്വീകരിക്കുന്ന ആളുകൾ സാധാരണ പറയും ചോയ്സ് മുസ്ലിംസ് എന്ന് പറയും. ജന്മനാ മുസ്ലിമായി ജനിക്കുന്നവർ ചാൻസ് മുസ്ലിംസ് എന്നാണ് പറയുന്നത്. ആ അർത്ഥത്തിൽ പറയുമ്പോൾ ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും ജാതിയിൽ തന്നെ ജനിക്കുന്നത് കൊണ്ട് ആ ജാതിയായി തീർന്നവർ ഒരു ചാൻസാണ്. അവർക്ക് പ്രത്യേകിച്ചൊരു ചോയ്സിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇങ്ങനെ തിരഞ്ഞെടുക്കുന്നവർ അവർ ശരിയായി വിലയിരുത്തി മനസ്സിലാക്കിയാണ് പലപ്പോഴും ഇത് തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രവർത്തനങ്ങളിലും കർമ്മങ്ങളിലുമൊക്കെ ചാൻസ് മുസ്ലിംസിനേക്കാൾ കുറച്ചുകൂടി ദൃഢതയും കരുത്തും അവർക്കുണ്ടാകും. ഓഗസ്റ്റ് 13-നാണ് UP സർക്കാർ ഒരു ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തത്. അതിൽ പറഞ്ഞത് 1000 ഹിന്ദുക്കളെ ബലം പ്രയോഗിച്ച് മതം മാറ്റി എന്നാണ്. ഇത് കൂടാതെ നവംബർ 7-ന് മതപരിവർത്തന റാക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗൗതമിൻ്റെ മകൻ അബ്ദുള്ള മുഹമ്മദിനെയും അറസ്റ്റ് ചെയ്തു. ഈ 1000 കഥകളിൽ പ്രവീൺ കുമാർ എന്നൊരാളിൻ്റെ പേരുമുണ്ടായിരുന്നു. ജൂൺ 23-ന് അബ്ദുൽ സമദ് എന്ന പേര് സ്വീകരിച്ചു അദ്ദേഹമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ATS തെളിവെടുക്കാൻ വേണ്ടി ചെന്ന് കതകിൽ മുട്ടി. പിന്നീട് ഈ ഡോക്ടറേറ്റ് ബിരുദധാരി കൂടിയായ ഈ കുമാർ ഏതാണ്ട് 200 കിലോമീറ്റർ കാൽനടയായി സഹാറംപൂരിൽ നിന്ന് പ്രതിഷേധമായി സഞ്ചരിച്ച് സുപ്രീം കോടതിയിലെത്തി ഒരു ഹർജി ഫയൽ ചെയ്തു. തൻ്റെ മാനം തിരിച്ചു നൽകണമെന്ന്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം മതം മാറിയിട്ടുമില്ല, ഒന്നും സംഭവിച്ചിട്ടുമില്ല. അദ്ദേഹത്തെ മതം മാറിയെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലുള്ളവർ തീവ്രവാദി എന്ന് വിളിക്കാൻ തുടങ്ങി. കാരണം ATSൻ്റെ ലിസ്റ്റിൽ ഇദ്ദേഹത്തിൻ്റെ പേരുമുണ്ടായിരുന്നു. ഇതൊക്കെ ആയിട്ടും 6 മാസം കൊണ്ട് തീവ്ര വലതുപക്ഷ മാധ്യമങ്ങളെല്ലാം കൂടി ചേർന്ന് ഈ ഉമർ മുഹമ്മദിനെ ഒരു സമ്പൂർണ്ണ മതപരിവർത്തനവാദിയായിട്ടും ഒരു ഫാക്ടറിയായിട്ടും ഒക്കെ വിശേഷിപ്പിച്ചു എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ ഉമർ ഗൗതമിനെ വിട്ടയക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് ATS ലിസ്റ്റിലുള്ളവർ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വന്ന് തങ്ങൾ എന്തുകൊണ്ട് മതം മാറിയെന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വൈഭവ് ജസ്വാൻ എന്ന ചെറുപ്പക്കാരൻ ഹിന്ദുമതം ഉപേക്ഷിച്ച് ഇസ്ലാം മതം സ്വീകരിച്ചു. അദ്ദേഹം പറയുന്നത് കേൾക്കുക. अस्सलामु अलैकुम रहमतुल्लाहि व बरकातुहू। मेरा नाम यूसुफ खान है. इससे पहले मेरा नाम वैभव जसवानी था and I have converted my religion with effect from 2nd of January 2021 as per the Gazette of India. I wanted to clarify that कि मैंने अपना religion खुद की understanding, खुद की belief, खुद की consent पर change किया है and no one has pressurized me as well as किसी ने मुझे threat नहीं दिया to accept the religion of Islam. And also I was not lured by any third party to accept the religion of Islam. And the motive of this video is to make sure that no blame or no false accusation should be made on any other third person that they were the reasons for me to accept the Islam.
And if any such thing happens, then justice should be served for that person. I want to clarify that I have accepted the religion of Islam at my own will, at my own consent. I am a major person as well as I am of sound mind, and no one has pressurized me and no one has threatened me. I have the right as per Article 25 of the Indian Constitution to follow any religion in India peacefully. Thank you. Assalamu alaikum wa rahmatullahi wa barakatuh. അഭിഷേക് എന്ന ചെറുപ്പക്കാരനും ഇസ്ലാം മതം സ്വീകരിച്ചു. ഇനി അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. उनके बारे में बात कर सकता हूँ कि मैं करीबन इस्लाम मैंने लाया करीबन 8 साल पहले, और मेरा जन्म हिंदू परिवार में हुआ। उमर भाई की तरह ठाकुर परिवार में मेरा जन्म हुआ, और मैं कंपैरेटिव रिलीजन का स्टूडेंट था और काफी धर्म का मुताला करता था। तो उन धर्मों को स्टडी करने के बाद मैंने खुद से ही फैसला किया कि मुझे इस्लाम कबूल करना है, मुझे मुस्लिम बनना। और कोई फोर्स नहीं, कोई कोएशन नहीं, कोई बहलाना फुसलाना नहीं। मतलब जितने सारे जो बच्चों को मैं जानता हूँ अपने आसपास जो मुस्लिम हुए हैं, उनमें से कोई भी इतनी कम अकल का नहीं है कि मतलब किसी के बहलावे में बहकावे में आ जाएगा, किसी के जबर के आगे झुक जाएगा। मैं तो ऐसा नहीं जानता हूँ किसी ने इस्लाम कबूल किया हो या मुस्लिम बना हो किसी के जबर में। जी जी, क्योंकि अभिषेक जो आरोप लगाए जा रहे हैं, क्योंकि लगातार जो मेन स्ट्रीम मीडिया है, खासतौर पर हिंदुस्तान में जो मीडिया लगातार सवाल कर रहा है कि जबरन धर्मांतरण कराया गया और लालच दिया जाता है कि मतलब आपके पास पहले रोजगार नहीं है, आप इस्लाम धर्म अपना लेंगे तो आपके पास रोजगार आ जाएगा, अरबों की संपत्ति आपके पास इकट्ठी हो जाएगी। ये आरोप जो है लगाए जा रहे हैं, किस तरीके से देखते हैं इन चीजों को जो एक दुष्प्रचार मुसलमानों के लिए किया जा रहा है? देखिए, इस बात में अगर जरा भी सच्चाई होती तो ये पहली बात तो बहुत ही हास्यास्पद बात है कि कोई मतलब कहेगा कि आप अमीर हो जाएंगे, आपके पास गाड़ी होगा, बंगला होगा, सिर्फ आप मुस्लिम बन जाइए, इस्लाम कबूल कर लीजिए। ये कोई भी इस बात को मानने के लिए तैयार, ठीक है। जो मेन स्ट्रीम मीडिया में बातें चल रही, लोग तो बैठे कमरे में अपने हंस इस तरह की बातों से। ऐसा कहीं नहीं होता है, और मेरे साथ तो कतई नहीं हुआ। लंबे समय तक मैं बेरोजगार रहा मुस्लिम होने के बावजूद भी, ठीक है। बहुत सारे लोगों को मैं जानता हूँ जो जिनके पास कोई रोजगार का जरिया नहीं है, पर फिर भी कहते हैं अल्हम्दुलिल्लाह हम खुश हैं, हम मुस्लिम हैं। तो कभी ऐसा नहीं मैंने देखा अपने आसपास होते हुए। देखिए, अगर आप है नदीम भाई या कोई भी और है, आपका दोस्त आता है कि मेरे पास रोजगार नहीं है, कुछ रोजगार हो सकता है, तो मैं क्या कोशिश करूं? मैं कोशिश करूं कहीं ना कहीं इस पर रोजगार लग जाए। अब मैं ये गारंटी 2012 ഇസ്ലാം മതം സ്വീകരിച്ച ഒരു പെൺകുട്ടി 2013 അവളുടെ പേരും മറ്റു വിവരങ്ങളും ഒന്നും മാറ്റിക്കൊടുക്കണമെന്നാവശ്യപ്പെട്ടാണ് ഈ ഉമർ മുഹമ്മദിനെ സമീപിച്ചത്. ആ കുട്ടിയും പറയുന്നുണ്ട് കാരണങ്ങൾ. അത് കേൾക്കാം. इस्लाम धर्म के बारे में मैंने 2009 में पढ़ना शुरू किया था। मैं अपने फ्रेंड्स वगैरह को देखती थी वो किस तरीके से रोज़े रखते हैं, किस तरीके से इबादत करते हैं, मुझे बहुत इंस्पिरेशन मिलता था। और उससे पहले मैं ब्रह्मा कुमारीज भी जा चुकी थी, उनके बारे में भी मैंने सुना था, उनके बारे में मैंने जाके पता किया था, वो भी पढ़ चुकी थी। निरंकारीज भी मैं जा चुकी थी, वहाँ भी मैं पढ़ चुकी थी। तो बेसिकली मैं ईश्वर की खोज में थी, तो मुझे बहुत इंस्पिरेशन मिला, तो मैंने उसको पढ़ना शुरू किया। और बेसिकली मैं क्योंकि रिसर्च बैकग्राउंड से हूँ, तो मैंने पूरा रिसर्च किया, जितने स्कॉलर्स के रिसर्च पेपर्स तक जो अवेलेबल हैं इस्लामिक टॉपिक्स के ऊपर, उसको भी स्टडी किया। और मैंने हिंदी की कुरान पढ़ी कि कुरान शरीफ क्या कहता है एग्जैक्टली, मुझे भी जानना है। और उसको पढ़ने के बाद 2000 ये सिलसिला करीबन 3-4 साल तक चलता रहा, और 2012 में आकर के मैंने इस्लाम धर्म कबूल किया दिसंबर के महीने में। और इस्लाम कबूल करने के बाद मैं उसको प्रैक्टिस करने लगी, मुझे बहुत अच्छा लगा। प्रैक्टिस करते करते एक दिन मुझे ऐसा लगा कि क्यों ना, मैंने जब इस्लाम कबूल कर ही लिया है तो ये बात मैं जो है ऑन पेपर अपने आप को कन्वर्ट करा लूं, और इस जिंदगी को मैं लीगल तौर पे जीऊं, छुप के ना जी करके इसको मैं लीगल तौर पे जीऊं, क्योंकि ये मेरी पर्सनल चॉइस थी और मुझे बहुत ही सेटिस्फेक्शन मिला, बहुत सुकून मिला जिसे कहते हैं। फिर मैंने 2013 में अपने पेपर वर्क के लिए मोहम्मद उमर गौतम साहब के इदारे को कांटेक्ट किया, और वहां से जा करके मैंने अपने पेपर वर्क करवाए, और उसके लिए उन्होंने मुझे काफी हेल्प किया। अच्छा, जब आप उमर गौतम साहब से मिली हैं, उमर गौतम से आपकी मुलाकात हुई, तो आपने उनके बर्ताव में, उनकी बातचीत में कभी ऐसा पाया है कि उन्होंने आपको जबरदस्ती इस्लाम की तरफ लाने की कोशिश की हो? वैसे तो आप पहले ही आ चुकी थी, उनके बर्ताव से कैसा लग रहा था?
जी, उनके बर्ताव से ऐसा तो कुछ भी नहीं था। हालाँकि उन्होंने पहली बार में मुझसे कहा कि आप सोच लीजिए और टाइम ले लीजिए, क्योंकि डॉक्यूमेंटेशन इतना ज़रूरी भी नहीं है। अगर आप चाहते हैं तो अलग बात है, लेकिन ज़रूरी नहीं है, तो अगर आप थोड़ा और वक़्त लेना चाहें तो ले लीजिए। तो कहीं पर भी उनकी तरफ से कोई ज़बरदस्ती नहीं थी, मेरा ही उनको बहुत ज़्यादा प्रेशर था कि नहीं, मुझे अपना डॉक्यूमेंटेशन करवाना है, जल्द से जल्द करवाना है। और उन्होंने उनकी ऑर्गेनाइज़ेशन ने मुझे बहुत सपोर्ट किया। कहीं से कोई ज़बरदस्ती, कोई 2012 സൃഷ്ടാവുമായിട്ടുള്ള യഥാർത്ഥ ബന്ധം എന്താണെന്ന് കണ്ടെത്താൻ വേണ്ടി ഉള്ള അന്വേഷണത്തിനിടയിലാണ് താൻ ഇസ്ലാം മതത്തിൽ പ്രവേശിച്ചതെന്ന് ഹസ്തിനപുരിയിലെ ഒരു ക്ഷേത്രത്തിലെ പുരോഹിതനായ കപ്പാല എൻ രാജു എന്ന് പറയുന്ന ആൾ പറയുന്നു. ഹിന്ദുമതവും ജൈനമതവും ക്രിസ്ത്യൻ മതവും എന്നിവയെക്കുറിച്ച് വായിച്ചതിന് ശേഷം കപ്പല രാജു 2014 മുഹമ്മദ് അബ്ദുള്ളയായി തീർന്നത്. അദ്ദേഹം പറയുന്നത് ആളുകൾ പണക്കാരനായാലും ദരിദ്രനായാലും ഉമർ സാഹിബിൻ്റെ വാതിൽക്കൽ എത്തുന്ന ആരെയും അദ്ദേഹം അവഗണിക്കില്ലെന്നാണ്. 2014 ആദ്യമായി ഗൗതമിനെ കണ്ട കാര്യവും അബ്ദുള്ള പറയുന്നുണ്ട്. 1984 ഈ ഉമർ ഗൗതം ഇസ്ലാം മതം സ്വീകരിച്ചത്. അദ്ദേഹം മുസ്ലിമാകുന്ന ആളുകൾക്ക് നിയമപരമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അറിവില്ലാത്തത് സഹായിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ മാത്രമായിരുന്നു. ഇസ്ലാം മതം സ്വീകരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിന് പ്രചോദനമായത് വിശുദ്ധ ഖുർആൻ്റെ വായനയും ഏകദൈവ വിശ്വാസത്തിലുള്ള ആശയവുമാണെന്നാണ് ഈ പറയുന്ന കപ്പാല എൻ രാജു പറയുന്നത്. അത് ഉമർ ഗൗതമിൻ്റെ ആശയമേ അല്ല എന്നും അദ്ദേഹം തീർത്തു പറയുന്നു. അതുപോലെ തന്നെ ഒരു ഹൈന്ദവ മതത്തിൽപ്പെട്ട ഇപ്പോൾ സലീം എന്ന് വിളിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ 2013 ഇസ്ലാം മതം സ്വീകരിച്ച കാര്യവും ഈ ദേശീയ മാധ്യമമായ വയറാണ് ഈ കഥകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ജുമാ നമസ്കാരത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുന്നതെന്നും എല്ലാ വെള്ളിയാഴ്ച പ്രാർത്ഥനകളും പഞ്ചാബിലെ ഒരു തെരുവ് കച്ചവടക്കാരനായ താൻ റോഡിൽ നിന്ന് കേൾക്കുമായിരുന്നുവെന്നും മനസ്സിൻ്റെ ഉള്ളിൽ തൻ്റെ മനസാക്ഷിയെ പിന്തുടരാൻ സമയമായി എന്ന് തീരുമാനിച്ചപ്പോൾ ഇസ്ലാം മതത്തിലേക്ക് എത്തുകയായിരുന്നുവെന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഇന്ത്യ സമൂഹത്തിലെ ജാതിയും വർഗവും വർണ്ണവും തമ്മിലുള്ള ഇടപെടലുകൾ അത് അനുഭവബോധത്തോടെ വളർത്തിയെടുത്ത ഒരു ഹിന്ദു എന്ന നിലയിൽ ഞാനൊരു ഇടത്തരം താഴ്ന്ന സാമ്പത്തിക വിഭാഗങ്ങളിൽ പെടുന്ന ആളാണെന്നും എന്നാൽ ഇസ്ലാം മതത്തിൽ ഇവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ ഇസ്ലാമിൻ്റെ ഇടപെടലുകൾ കൂടുതൽ അർത്ഥവത്തായി എന്ന് തോന്നിയിട്ടാണ് ഞാൻ കെലിമ സ്വീകരിച്ചതെന്നും പഞ്ചാബിലെ ഒരു മുസ്ലിം പള്ളിയിൽ പോയി താൻ ഔദ്യോഗികമായി ഇസ്ലാം മതം സ്വീകരിക്കുകയായിരുന്നുവെന്നും ഇതിനപ്പുറത്ത് തന്നെ ഉമർ ഗൗതമിൻ്റെ ഓഫീസിലേക്ക് 2017 പോകുമ്പോൾ അതിന് വർഷങ്ങൾക്ക് മുമ്പേ താൻ ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നു എന്നും ഒക്കെ അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. അതായത് ഇങ്ങനെയൊക്കെയുള്ള ധാരാളം ആളുകളുടെ ലിസ്റ്റുകളാണ് ഉമർ ഗൗതം എന്ന് പറയുന്ന ആളിനെ കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. യു പിയിലെ കുഷിനഗർ ജില്ലയിൽ നിന്നുള്ള അനിൽകുമാർ 2013 ഇസ്ലാം മതം സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് അനസ് എന്നാക്കി മാറ്റി. വിഗ്രഹാരാധനയുമായി തനിക്ക് പൊരുത്തക്കേടുണ്ടായെന്നും അതുകൊണ്ടാണ് യഥാർത്ഥ സൂപ്പർ പവർ ആരാണെന്നറിയാനുള്ള അന്വേഷണമാണ് തന്നെ അതിലേക്ക് എത്തിച്ചതെന്നും പ്രപഞ്ചവും സൗരയൂഥവും എല്ലാം സൃഷ്ടിച്ചത് ആരാണെന്നും സൂര്യന് ചുറ്റുന്ന ഈ ക്രമവും ക്രമീകരിച്ചത് ആരാണെന്നും തുടങ്ങിയ ചോദ്യങ്ങൾ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഇസ്ലാമിൽ അതിൻ്റെ ഉത്തരം കണ്ടെത്തിയതെന്നും അതുകൊണ്ടാണ് താൻ ഇസ്ലാം മതം സ്വീകരിച്ചതെന്നും 2 വർഷം ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം ഒരു മുസ്ലിമെന്ന് അഭിസംബോധന ചെയ്യണമെന്ന് തനിക്ക് തോന്നിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മതത്തിനുള്ളിൽ ഭരണഘടനാപരമായ അവകാശം വിനിയോഗിക്കുക മാത്രമാണെന്നും ആ മാറ്റങ്ങൾ എന്തൊക്കെയാണ് വരുത്തേണ്ടതെന്നും അതിനെന്തെല്ലാം രേഖകളിൽ മാറ്റം വരുത്തണമെന്ന് അറിയാനുമാണ് 2015 ഉമർ ഗൗതമിൻ്റെ അടുത്തേക്ക് പോയതെന്നും അനസ് പറയുന്നു. ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ഒരുപാട് മനുഷ്യരാണ് ഈ കഥകൾ പറയുന്നത്. പക്ഷേ ഇദ്ദേഹത്തെ മതം മാറ്റുന്ന ഒരു യന്ത്രമാക്കി മാറ്റിയാണ് ജയിലിലടച്ചിരിക്കുന്നത്. ഇവിടെയൊക്കെ ത്യാഗങ്ങളും കഷ്ടപ്പാടുമൊക്കെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ തകർന്നൊന്നും പോകില്ല. കേവലം മാനുഷികമായ എന്തെങ്കിലും തരത്തിലുള്ള വേദനകളോ ദുഃഖങ്ങളോ തോന്നുമെങ്കിലും അതിനപ്പുറത്തുള്ള ഒരു പരലോക ജീവിതവും അവിടുത്തെ വിജയവും കൊണ്ട് മനുഷ്യർക്കൊക്കെ ഈ ത്യാഗങ്ങളെപ്പോലും തൃപ്തിയോടെ നേരിടുമെന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഒട്ടേറെ കാര്യങ്ങൾ ദി വയർ എന്ന നാഷണൽ മീഡിയ അവരുടെ വാർത്തകളിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതൊക്കെ പറയുന്നത് നാളെ ഒരാളിനെ മതം മാറ്റുന്ന യന്ത്രമാക്കി ചിത്രീകരിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അയാളെന്തോ വളരെ ക്രൂരനാണ് എന്ന് ചിന്തിക്കുന്നതിന് പകരം അയാളുടെ മേൽ ആസൂത്രിതമായ ഇടപെടലുകളാണ് നടക്കുന്നതെന്നുള്ള കാര്യം ഇന്ത്യയിലെ ഓരോ പൗരനും ബോധ്യമുണ്ടാകണം. അത്രയേ ഉള്ളൂ.